എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ജ്യോതിർലിംഗ യാത്രയുടെ 7ാമത്തെ ദിവസമാണ് ഇന്ന്. കാശിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതെ, ഇനി നമുക്ക് അയോധ്യയിലോട്ട് പോകണം. ഇവിടുന്ന് ഒരു ഏകദേശം 4 മണിക്കൂറാണ് പറയുന്നത്. നമുക്ക് 4 മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് ഓടിച്ചെത്തിക്കാൻ പറ്റും. ഏകദേശം ഇപ്പൊ 8 മണി കഴിഞ്ഞ് 8:30 ആകുമ്പോൾ നമുക്ക് 8:10 ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പൊ ഞങ്ങള് ഇന്നത്തേക്കുള്ള ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ചോറും കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയും ദോശപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ട്. ഈ രണ്ടും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. നമ്മളിപ്പോ 3 ജ്യോതിർലിംഗങ്ങൾ കഴിഞ്ഞു. മല്ലികാർജുന, പിന്നെ നമ്മുടെ ബാബ ബൈദ്യനാഥ്, പിന്നെ കാശി വിശ്വനാഥ്. ഇനി 7 എണ്ണം. ബാക്കി 2 എണ്ണം നമ്മൾ പെൻഡിങ് ആണ്. കാരണം നമ്മൾ കേദാർ ഓൾറെഡി കഴിഞ്ഞാണ്. രാമേശ്വരം അവസാനം പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ പക്ഷേ നമുക്ക് 27-ാം തീയതി വലുത് നമ്മൾ ചോദിക്കേണ്ടത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എത്തുമെന്ന്. ഇപ്പോൾ 27-ാം തീയതി രാത്രി എത്താനാണ് പ്ലാൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് രാമേശ്വരം പിന്നീട് ഒരു ദിവസമായിരിക്കും നമ്മൾ പോകുന്നത്. ബാക്കി 7 എണ്ണം കൂടി നമ്മൾ പോകാനുണ്ട്. ഓക്കെ, കാണാം. ഇപ്പോൾ 3246 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മൾ കാശിയിൽ നിന്ന് അയോധ്യയിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം എത്ര ടൈമാണ് പറയണത്? നമുക്കൊരു 4.5 മണിക്കൂറാണ് പറയണത്. 4.5 മണിക്കൂർ പറയുന്നുണ്ട്. ഓക്കെ, കിലോമീറ്റർ 221 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വാരണാസിയിൽ നിന്ന് ഇറങ്ങുകയാണ് അല്ലേ? അതെ. ഇനിയിപ്പോൾ നമ്മൾ അയോധ്യയിലേക്കാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എല്ലാത്തിനും വൈദ്യനാഥേശ്വർ എന്നുള്ളത് വൈദ്യനാഥേശ്വരാണ്. ഭുവനേശ്വർ എന്നുള്ളത് ഭുവനേശ്വർ എന്നാണ്. ഭുവനേശ്വർ എന്താണ് വാക്ക് പകരം എല്ലാം ബാ ചേർത്താണ് അവർ പറയുന്നത്. അത് നമ്മുടെ ബോർഡുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം. വിഷ്ണു പുരം എന്നൊക്കെയാണ്. വിഷ്ണുപുരം, വിഷ്ണു നിവാസ് എന്നൊക്കെയാണ്. ബാ വെച്ചാണ് അവർ പറയണത്. വാ ഉപയോഗിക്കുന്നേ കാണുന്നില്ല. അതിപ്പോൾ വാരണാസിക്ക് ബനാറസ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ബനാറസ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല, വായ അവർ ഉച്ചരിക്കണ കുറവാണ്. അതെ, നല്ല റോഡാണ്. അയോധ്യയിൽ പോകുന്ന വഴിക്ക് ഒരു പച്ചക്കറി കട നോക്കി പോവാണ്. പച്ചക്കറി, വെണ്ടയ്ക്ക, എന്തൊക്കെയാണ് മേടിക്കണം? ക്യാബേജിന് 40 രൂപ കിലോക്ക്. ഒരു ചെറുതെടുത്ത്. പിന്നെ വെണ്ടയ്ക്കക്ക് 40 തന്നെ കിലോക്ക്. നല്ല വെണ്ടയ്ക്കാണ്. എല്ലാം നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഭയങ്കര ചൂടാണ് പുറത്ത്. എന്നാലും വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കേരളാസേ പാവക്ക മേടിക്കണം. പാവക്ക 60 രൂപയാണ് കിലോക്ക്. പാവക്ക മേടിക്കാം. നല്ല അടിപൊളി കുറേയുണ്ട് ഇവിടെ. മാർക്കറ്റ് വെച്ചൊരു സംഭവമാണ് തക്കാളി. ₹30 അല്ലേ? സവാള നോക്കുന്ന ഉരുളക്കിഴങ്ങ് മേടിക്കുക. ഇപ്പൊ ബിഗു 140 രൂപ അല്ലേ? അല്ലേ? അതെ. ഓ, നല്ല വെയിലുണ്ട്. നമ്മുടെ ഇന്നപ്പനാണെങ്കിൽ ഇന്നലെ കഴുകാനൊന്നും പറ്റിയില്ല. നമുക്ക് ഇന്ന് പറ്റുമെങ്കിൽ നോക്കണം. 1 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തുമെന്നാണ് പറയുന്നത്. എയർപോർട്ടിന്റെ സൈഡിൽ കൂടി തന്നെയാണ് പോണത്. കേൾക്കൂല, ഭയങ്കര സൗണ്ട് ഉണ്ട് ഇവിടെയൊക്കെ. ഇവിടെ കുറ്റം പറഞ്ഞൊക്കെ ഞങ്ങൾ പോയപ്പോ പെട്ടെന്ന് കുറ്റം പറഞ്ഞെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. സാധാരണ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ സംസാരിക്കാറാണ്. ഇതിപ്പോ നേരിട്ടായതുകൊണ്ട് ഇരിക്കാണ്ട്. അത് മാത്രമല്ല, ഫോൺ വിളിക്കുമ്പോ അവര് മാത്രം കേക്കോളല്ലേ. ഫോൺ വിളിക്കുമ്പോ നമ്മള് കേൾക്കൂല. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും മിണ്ടാതിരിക്കുകയാണെങ്കിൽ. അതെ, നമുക്കൊരു 27 കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന്. 27 കിലോമീറ്റർ. അപ്പൊ പോവാം. ഇവിടുത്തെ സ്കൂള് വിട്ടെന്ന് തോന്നുന്നു. നോക്കി, ആകെ എല്ലാം സൈക്കിളാണ് മാത്രം. അതെ, കൊറേ സൈക്കിള് വിട്ടിപ്പോന്നെ. ഗായ്സ്, ഇനി 13 കിലോമീറ്റർ മാത്രം അല്ലെ? നമ്മ നേരെ റൂമിലോട്ടാണ് പക്ഷെ പോണത്. നമ്മളിപ്പോ നേരെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ റൂമിലേക്കാണ് നമ്മൾ പോണത്. അപ്പൊ കുറച്ച് മുമ്പിലായിട്ട് ഒരു വലിയ
അത് അടിപൊളിയാണല്ലോ. കണ്ടാ അമ്പും വില്ലും ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. അതെ, റൈറ്റ് എടുക്കാം മാമ. അത് മാത്രമല്ല, ഇവിടെ റൈറ്റ് എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോ തന്നെയാണ് എയർപോർട്ടും, നമ്മളെ വാൽമീകി എയർപോർട്ട് പുതിയത്. അവിടുത്തെ പ്രത്യേകത എനിക്ക് തോന്നുന്നത് കൂടുതൽ ഫ്ലൈറ്റുകൾ കുറവാണ്, അതുകൊണ്ട് ഇത്തിരി റേറ്റ് കൂടുതലാണ്. അയോധ്യ വരുമ്പോൾ എനിക്ക് തോന്നുന്നു എളുപ്പം ലക്നൗ നമ്മുടെ ഫ്ലൈറ്റ് പിടിച്ച് വരികയാണെങ്കിൽ ഏറ്റവും ലാഭം, പൈസ കുറവ് ലക്നൗവിൽ വന്നിട്ട് ലക്നൗവിൽ നിന്ന് ഫുൾ ടൈം നമുക്ക് ബസ് ഉണ്ട്. ഏത് ടൈമും രാത്രിയിലും ഒക്കെ ഉണ്ട്. ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അയോധ്യയിൽ എത്താൻ പറ്റും. എന്ന് പറഞ്ഞാല് ഫ്ലൈറ്റിന് ഒരു 7,000 രൂപയ്ക്ക് വരുള്ളൂ ലക്നൗ വരെ. നേരെ മറിച്ച് അയോധ്യ ആണെങ്കിൽ 12,000 വരും. നല്ല പൈസ വ്യത്യാസം ഉണ്ട്. അതാണ് ഇതിലകത്ത് നല്ല ചിത്രപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണം ഏതായാലും. ഇനിയിപ്പോ അയോധ്യയുടെ വഴികളിൽ കലശം പോലെയുള്ള സംഭവങ്ങൾ മെയിൻ റോഡിൽ വെച്ചിട്ടുണ്ടാവും. വാരണാസിയിൽ ശരിക്കും ശൂലം ഉണ്ടായിരുന്നു, നമ്മളത് കാണിക്കാൻ വിട്ടുപോയി. വാരണാസിയിൽ മറ്റേ അമ്പലത്തിന്റെ മുമ്പിൽ ശൂലമുണ്ട് വലുത്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുക്കാം. ഇനി കുറച്ച് കഴിയുമ്പോ വണ്ടിയൊക്കെ വരുന്നല്ലേ അപ്പൊ പറയണ്ടായിരുന്നത് നേരത്തെ, മറ്റേ ബൈക്കുകാര്. അത് നമ്മുടെ റൂം വേണമെന്ന് ചോദിച്ചിട്ട് വരും. 700 തൊട്ട് 2,000-3,000 രൂപയുടെ റൂമൊക്കെ ഉണ്ട് ഇവിടെ. AC റൂം ഒരു 1,000 രൂപക്കൊക്കെ AC റൂം കിട്ടും. പണ്ടങ്ങനെ ഉണ്ടായില്ല, ഇപ്പം നല്ല സൗകര്യമുണ്ട്. ഇപ്പം ഇവിടെയൊക്കെ ചിത്രപ്പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, വരച്ചു വെച്ചിട്ടുണ്ട്, ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ സരയൂ ഘാട്ടിലേക്ക് പോണ വഴിക്കും ഇഷ്ടംമാതിരി മറ്റേ രാമായണമായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ ചിത്രങ്ങളൊക്കെ ലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. നമുക്ക് ഇപ്പം നമ്മൾ റൂമിൽ പോയിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്ത് അവിടെ നിന്ന് ഒരു 10 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് കരുതുന്നത്. കാരണം 4 മണിക്ക് ശേഷം ഇറങ്ങാമെന്നാണ് കരുതുന്നത്. ഉള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ സരയൂ ഘാട്ടിൻ്റെ അവിടെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുകൂടാതെ ഈ നമ്മുടെ ഈ പോസ്റ്റുകളിൽ വേണ്ട പോസ്റ്റുകൾ കാണാം. നമുക്ക് അയോധ്യ എന്ന് എഴുതി വെച്ചിട്ട് രാമൻ്റെ ഒരു വിഗ്രഹമൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്റ്റാച്ചു ഉണ്ട്. കണ്ട അപ്പുറത്തെ സൈഡിലെ പോസ്റ്റിൽ കണ്ട അയോധ്യ എന്നൊരു താമര പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ അയോധ്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കുറച്ച് സ്ഥലത്തായിട്ട് അയോധ്യ അങ്ങനെയുള്ള ബോർഡുണ്ട്. നല്ല ടൂറിസത്തിന് നല്ല രീതിയിലുള്ള പ്രാധാന്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഭക്തർ വരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സാധാരണ ജനങ്ങൾ മാറാനുണ്ട്. അത് പതിക്കെ കാലാനുസൃതമായിട്ടേ മാറുള്ളൂ. അവരുടെ ഒരു ശൈലിയിൽ നിന്ന് പലരും മാറാനുണ്ട്. മാറിയാൽ മാത്രമേ UP-യിൽ നമ്മുടെ പോലത്തെ ഒരു സംസ്കാരമൊക്കെ വരുള്ളൂ. വാൽമീകിയുടെ പിക്ചർ വന്നു. അപ്പം ഇങ്ങനെ ഓരോന്നുണ്ട്. വളരെ അകലത്തില് അയോധ്യ ക്ഷേത്രം വളരെ അകലത്തിലാണത്. എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി ഒരു 3 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. ദൂരെ കാണാൻ നമുക്ക്. അതെ, നല്ല വിജനമായ സ്ഥലമുണ്ട് ഇവിടെ. ഏകദേശം നമ്മ മറ്റേ ദുബായി പോയിട്ടുണ്ടായിരുന്നില്ലേ VIPs, അതേപോലെ ബാബ്സിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് ഡെസേർട്ട് ആണെന്ന് മാത്രം. പിന്നെ അതിന്റെ അടുത്ത് ചുറ്റുപാടും കുറെ കെട്ടിടങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഏതായാലും പിന്നെ ഇന്നപ്പനെ നമ്മൾ ബാക്കിലോട്ട് പാർക്ക് ചെയ്യണേണ്. ഇവിടെ ഭയങ്കര മറ്റേ കുരങ്ങിന്റെ ശല്യം ഉള്ളതുകൊണ്ട് ഇവിടെ ഫെൻസിങ് ഒക്കെ ചെയ്ത ഹോട്ടലാണ്. നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പുറത്തും ഇപ്പുറത്തൊന്നും വേറെ ശല്യങ്ങളൊന്നുമില്ല. ഭയങ്കര ശാന്തമായിട്ടുള്ള ചെറിയ വഴിയാണെന്ന് മാത്രം. ഇതാണ് നമ്മുടെ ഹോട്ടല്. നേരത്തെ എല്ലാ സാധനങ്ങളൊക്കെ ഇപ്പൊ കഴിക്കാനുള്ളതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്.
കഴിക്കാനുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേപ്പില അവർക്ക് പറഞ്ഞാൽ കിട്ടും. ഞാനിവിടെ തീർത്ഥ കളക്ഷന് വന്നപ്പോൾ ഇവിടെയാണ്, മുകളിലാണ് താമസിച്ചത്. വേപ്പിലുണ്ട്, പിന്നെ അത്യാവശ്യം ഇതാണ്ട് ഇവിടെ ഫെൻസിങ് ഉണ്ട്. ഒരു ഹോംലി ഫീല് കിട്ടും, നല്ല ഫീലുള്ള സ്ഥലമാണ്. പച്ചക്കറി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ കറിവേപ്പിലയാണ്, നല്ല അടിപൊളി കറിവേപ്പില. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില എടുത്തോണ്ട് പോവാം, അവർ പറഞ്ഞിട്ട് വേണം എടുക്കാൻ. അതെ കേട്ടോ. അപ്പൊ നമുക്ക് മുകളിലോട്ട് നമ്മുടെ റൂമിലേക്ക് പോവാം. ഓക്കെ. അതെ, നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ഇവിടെ ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ആദ്യം റൂമാണ് വരാറുണ്ട്. അപ്പൊ നമ്മളന്ന് തീർത്തെടുക്കാൻ വേണ്ടി ഞങ്ങൾ വേണു, പിന്നെ ബാമേഷ് പടുവാം, പിന്നെ അതുകൂടാതെ പ്രഗീഷ്, രജീഷ് ഒക്കെ കൂടി കിടന്ന റൂമാണിത്. ഇവിടെ തന്നെ മതി, ഇവിടെ നല്ല സൗകര്യമായിട്ട് കഴുകാനും പാത്രം കഴുകാനും ഒക്കെ സൗകര്യം യൂസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇനി ഫുഡ് കഴിക്കാം. അതെ, എല്ലാം ക്ഷീണിച്ചിട്ടുണ്ട്. അതെ, ചൂടും ഭയങ്കര ചൂട്, പുറത്ത് ഭയങ്കര ചൂടാണ്. നമ്മൾ റൂമിൽ കയറി നമുക്ക് ഇന്ന് കഴിക്കാനുള്ളത് എന്തൊക്കെയാണ്? ഭക്ഷണം കഴിക്കാം. നമുക്ക് ഇന്ന് ചോറ്, പിന്നെ നമുക്ക് ഇത് എന്താണ് വൻപയറിന്റെ ഇത്, പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി, ഉരുളക്കിഴങ്ങും സവാള ഇട്ട കറി, പിന്നെ 2 ടൈപ്പ് വെള്ള പപ്പടവും, പിന്നെ നമ്മുടെ മുളക് പപ്പടവും. നമുക്ക് ഏതായാലും കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് 4:30 അല്ലേ ബിഗു? എത്ര മണി? 5 മണി. 5 മണിക്കാണ് ഇപ്പോൾ ഇറങ്ങണത്. ഇപ്പോഴും നല്ല ചൂടുണ്ട്, പക്ഷെ ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ്. ചൂടുണ്ടെങ്കിലും നമ്മുടെ ഒരു വീടിൻ്റെ അന്തരീക്ഷമാണ്. അവിടെ നമ്മുടെ ഇന്നപ്പനെ ഇതിൻ്റെ അകത്താണ് ഇട്ടിരിക്കുന്നത്, സേഫായിട്ട്. ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ. 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കണം നമ്മൾ. നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ തിരക്ക് കുറവാണെന്നാണ് പൊതുവെ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ചൂട് കാരണം ഇവിടെ തന്നെ ഗസ്റ്റ് ആരും ഇല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ മാത്രമേ മുകളിൽ കണ്ട ഒരാൾ നിൽക്കണത്. അത് ഇവിടെ തൊട്ട് മുകളിൽ വല്ലുണ്ട് ആള്. പേനൊക്കെ നോക്കിത്തരും, പേനൊക്കെ നോക്കിത്തരും വേണമെങ്കിൽ കേട്ടാ. പേനില്ലേ? അപ്പൊ ഗായ്സ്, നമ്മള് ഏകദേശം രാമജന്മഭൂമിന്റെ അടുത്ത് എത്താറായി അല്ലേ? തൊട്ടപ്പുറത്ത് തന്നെയാണ്. പൊതുവെ തിരക്ക് കുറവാണ്, തിരക്ക് വളരെ കുറവാണ്. ചൂട് കൂടുതലായതുകൊണ്ട് ആൾക്കാർ പുറത്തിറങ്ങണ കുറവാണ്. ഇപ്പം ശരിക്കും ഒരു 5 മണി കഴിഞ്ഞെങ്കിൽ ചൂടുണ്ട് അല്ലേ? 5 മണി കഴിഞ്ഞിപ്പോൾ ചൂടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ പുറകെ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും രാമജന്മഭൂമി ക്ഷേത്രം, നമുക്ക് കാണാം. കുറേ കടകളുണ്ട് ഇപ്പം. സാധാരണ ഇവിടെയൊക്കെ ഈ സമയത്ത് നല്ല തിരക്ക് ഉണ്ടാകാറുണ്ട്. ഞാൻ ഇതിന് മുമ്പ് 4-5 തവണ വന്നപ്പോഴൊക്കെ നല്ല തിരക്കുള്ള വഴിയാണ് ഇതിപ്പം. ഇപ്പം ആരുമില്ല. അതെ, വളരെ കുറവാണ് തിരക്ക്. ഇപ്പം അവിടെ ചെല്ലുമ്പോൾ അറിയാൻ ചിലപ്പോൾ തിരക്കുണ്ടാവില്ല. പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ തോന്നൂല AC-ലിരുന്നാല്. അത്രയ്ക്ക് ചൂടാണ്. ബാക്കിൽ നടന്നു വന്നുള്ളൂ. വെയിലുണ്ടാ? ഇല്ലല്ലേ, വെയിലില്ല എന്നാ പറഞ്ഞത്. ഇപ്പോഴും നല്ല ചൂടാണ്. 5 കാലായി. ഇവിടെ എന്ന് പറഞ്ഞാലേ ഈ റോഡ് ചൂടായി കിടക്കാണ്. അതിൽ നിന്ന് വരുന്ന ചൂടാണ് ഏറ്റവും പ്രശ്നം. മോളിൽ നിന്നുള്ള വെയിലിനേക്കാളും കാശിയിൽ ഇതിനേക്കാളും ചൂടായിരുന്നു. ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്ന ചൂട് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ വഴിയാണ് VIP-കൾക്കുള്ളത് അല്ലേ? അമ്പലമില്ല അവിടെ കാണുന്നതാണ്. അമ്പലത്തിന്റെ ഇത് കാണാം, അമ്പലമാണ് അത്. ഇത്രയ്ക്ക് ആ വഴി വേണം നമുക്ക് പോവായിരുന്നു, പക്ഷെ അത് VIP. പെട്ടെന്ന് നമ്മൾ ആ വഴിയായിരുന്നു. നമ്മളിത് മുമ്പിൽ കൂടി തന്നെ പോകണം. നമ്മൾ ചെക്കിങ്ങും മൊബൈലൊക്കെ വെക്കാനുണ്ട്, ഒക്കെ വെച്ചിട്ട് കയറാൻ പറ്റും. അതെ, അപ്പൊ നമുക്ക് ഈ വഴിയാണ് കയറേണ്ടത് അല്ലേ? അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ക്യൂ ഉണ്ടാവും. ക്യൂ കണ്ടൊന്നും പേടിക്കാനില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് സാധാരണ ദർശനം കിട്ടാറുണ്ട്. ഇതുവരെ അങ്ങനെയാണ്. കാരണം പറഞ്ഞാൽ ശ്രീരാമക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഒരുമിച്ച് ഒരു 10-15 ലൈനായിട്ടാണ് നേരെ ഉള്ളിലോട്ട് കയറി പോണത്. മറ്റുള്ള അമ്പലത്തിനെ പോലെ ഈ ഒറ്റ ലൈനോ ഇല്ല, ചെറിയ കയറണ വഴിയല്ല, വലിയ വഴിയുണ്ട്. പുതിയതായിട്ട് ചെയ്തുകൊണ്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം.
നമുക്ക് അലോ ചെയ്യുന്ന അത്രയും നമുക്ക് വീഡിയോ ഫോൺ ഉപയോഗിക്കാം. ഞാൻ അകത്ത് വരെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. അന്നായി VIP എന്തോ എടുത്ത് അല്ലേ? അതെ അതെ. ഇപ്പൊ VIP എടുക്കണമെങ്കിലും 1000 രൂപ കൊടുത്താലും നടക്കൂല. അതാണ് അത് നമുക്ക് കയറാം. ജസ്റ്റ് സ്കാനിങ് മാത്രമാണ്. ഇതിൻ്റെ അകത്താണ് ഫോണൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ ജസ്റ്റ് നമ്മളെ സ്കാൻ ചെയ്യും. കാരണം വല്ല ബോംബ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി മാത്രം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് എടുക്കാൻ പറ്റുന്നു തോന്നുന്നല്ലോ കേട്ടോ. ഇല്ല, അകത്തെടുക്കാം. നമ്മൾ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ അവിടെ കാണുന്നതാണ് നമ്മുടെ മൊബൈലൊക്കെ സൂക്ഷിക്കണ സ്ഥലം. ഫ്രീ ആണ്. മൊബൈല്, പേഴ്സ്, അങ്ങനെയുള്ള ബാഗൊക്കെ. ഇവിടെയായിട്ട് നമ്മുടെ ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലം, ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ വരെ മൊബൈൽ അലൗഡ് ഉള്ളൂ. ഇനി അപ്പൊ നമുക്ക് ദർശനം കഴിഞ്ഞിട്ട് കാണാം അല്ലേ? ഓക്കെ, ദർശനം കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നമ്മള് ദർശനം കഴിഞ്ഞ് ഇറങ്ങി. സൂപ്പർ ദർശനം അല്ലേ? സൂപ്പർ ദർശനം. പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ കുറെ കൂടി വികസിച്ചൊന്നും കൂടി നല്ലോണം. ഇപ്പൊ പറഞ്ഞാലേ എന്താണ് പ്രത്യേകത? ഇപ്പൊ കുറേ സംഭവങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കി നോക്കി കണ്ട് നമ്മുടെ കണ്ണ് കഴിച്ചു. അത്രയ്ക്ക് കൂടുതൽ സംഭവങ്ങളുണ്ട്. ഓരോ പുരാണങ്ങളിലെ ഓരോ കഥകള് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ശിലാരൂപങ്ങളായിട്ട് കൊത്തിയതും പല പല സംഭവങ്ങളും നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അതല്ല, ഇപ്പൊ ചുറ്റെടുക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഇത്രയും ചുറ്റെടുക്കാൻ പറ്റൂല. പിന്നെ പണി ഏകദേശമൊക്കെ തീർന്നു. പണി തീർന്നു എന്ന് തന്നെ പറയാം. എനിക്ക് വളരെ 1 മാസം 2 മാസത്തിനുള്ളിൽ ഒരു പണിക്കാരോട് ഉണ്ടാവില്ല. അത്രയും പണികൾ തീർന്നു. ഉപക്ഷേത്രങ്ങളുടെ പണിയൊക്കെ തീർന്നു. അതാണ് ഉപക്ഷേത്രങ്ങൾ. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം. ഓക്കെ. അപ്പോൾ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ കുറേ പുൽമേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ട്. ഉള്ളിൽ കയറി നമുക്ക് ഫോട്ടോ വീഡിയോ അലൗഡ് അല്ല ഇപ്പോൾ. അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ കാണിക്കാമായിരുന്നു. ഇപ്പോൾ വളരെ ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കാണേണ്ടത് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത സംഭവം ഉണ്ടായിരുന്നില്ല. തിരക്കുണ്ടായില്ല. നേരെ ക്യൂ അല്ല, നേരെ കയറി പോകുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ പോയത്. കാരണം എല്ലാവരും ചുറ്റെടുത്തോണ്ടിരിക്കുകയാണ്. അത്രയും കാണാനുണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇത്തവണ കണ്ടത്, സത്യം പറഞ്ഞാൽ തിരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലും ക്ലാഷ് ഇല്ലാത്ത രീതിയിൽ അണ്ടർഗ്രൗണ്ട് യൂസ് ചെയ്തിട്ട് എക്സിറ്റ് തരുന്ന ഒരു രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാണേണ്ട തന്നെയാണ്. ആദ്യം കണ്ട കാഴ്ചകളല്ല, ഇപ്പം വളരെയധികം വെൽ അറേഞ്ച്ഡാണ്. ഇപ്പം അതും എത്ര അധികം ആളുകൾ വന്നു കഴിഞ്ഞാലും തിരക്കൊട്ടും തോന്നാത്ത രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ്. ചുറ്റിനുമായിട്ട് നമ്മൾ കണ്ട് നടന്ന് വരുമ്പോഴത്തേക്ക് തന്നെ സമയം കുറേ പിടിക്കും. ചുറ്റിനുമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിനുമായിട്ട് ശ്രീരാമചന്ദ്രൻ ജനിക്കുമ്പോൾ തുടങ്ങി മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇത് ശിലാരൂപേണ കൊത്തിവെച്ചിട്ടാണ് ഓരോ കഥകളായിട്ട് വന്നിരിക്കുന്നത്. ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ആദ്യമായിട്ട് കണ്ടത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് കണ്ടത് ഭയങ്കര സൂപ്പറായിരുന്നു. കണ്ണ് കഴിച്ചു പോയി. കണ്ട് കണ്ണ് കഴിച്ചു, കാലും കഴിച്ചു, കണ്ണും കഴിച്ചു. എനിക്ക് നല്ല അനുഭവമായിരുന്നു. സീതാ രസോയി ഭണ്ഡാര എന്ന് പറഞ്ഞിട്ടൊരു അന്നദാനം കൊടുക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ ബിഗ് ബോട്ട് കളിക്കുന്നുണ്ട്. ഞാനും ഇത് മേടിച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ORS ആണ്. ORS കാരണം ചൂടും ഇതൊക്കെ വരുന്നതുകൊണ്ട് അതിന് പ്രതിരോധിക്കാനുള്ള ഒരു സാധനമാണ്. ഏകദേശം ഒരു സാമ്പാർ സാധനത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്. ബിഗുവിന് പിന്നെ സാമ്പാർ സാധനം ഇഷ്ടമാണ്. തിരുപ്പതിയിലെ സാമ്പാർ സാധനം നമുക്ക് ഇഷ്ടം. അതെ, ഇവിടുത്തെ കൊള്ളാം. ഓക്കെ, നോക്കാം. അവർ മേടിക്കാൻ നിൽപ്പുണ്ട്. അവിടെയൊക്കെ ഉണ്ട്, മേടിച്ചോണ്ട് പോയി. അപ്പൊ നമ്മളിനി സരൈഘാട്ടിലോട്ട് പോകാൻ പോണാണ്. അത് മറ്റേ ഒരു ഇലക്ട്രിക്കിന്റെ വണ്ടി അല്ലേ? എല്ലാ ഇലക്ട്രിക്കിന്റെ വണ്ടിയാണ്. അതെ, ഇതിപ്പോ നമ്മൾ കയറിക്കുന്ന ഇലക്ട്രിക്കിന്റെ വണ്ടിയാണ്. അതെ. ഇനി അപ്പൊ നമുക്ക് സരൈഘാട്ടിലോട്ട് പോവാം. ഇതാണല്ലേ ഫ്രണ്ട്. അതാണ് ഫ്രണ്ട്. ഈ വഴിയാണ് ശരിക്കും ക്യൂ ഒക്കെ സ്റ്റാർട്ടാണ്. ആൾക്കാർ കൂടി തുടങ്ങി. വെയില് പോയി ആൾക്കാർ കൂടി തുടങ്ങി. ഉടുപ്പി എക്സ്പ്രസ്, ഇവിടുത്തെ കുറെ വെജ് ഹോട്ടൽസ്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന കുറെ ഹോട്ടൽസ് ഉണ്ട്. പൈസ കൂടുതലാണ്. അപ്പുറത്ത് സൂര്യനൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ലൈറ്റ് ഷോ ആയിരിക്കും. നമ്മളിപ്പോ സരൈഘാട്ടിലെത്തി അല്ലേ? അതെ. പക്ഷേ ലൈറ്റ് ഷോ ഇല്ല ഇപ്പൊ. സരൈഘാട്ട് എന്ന് പറഞ്ഞാല് ശ്രീരാമനും
സീതയൊക്കെ കുളിച്ചിരുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ചാണ് കല്യാണമൊക്കെ നടന്നതെന്ന് പറയുന്നുണ്ട്. ഇവിടെ ആരതി ഉണ്ടോ? ഇവിടെ ആരതിയൊന്നുമില്ല. സരയുകാടിന്റെ ആരതി ഉണ്ടോന്ന് അറിയില്ല. ഇല്ല, അവിടെ മറ്റേ ഇത് ചിലപ്പം കാണാം. നമുക്ക് എനിക്കും അറിയില്ല. നമ്മ ഇന്നലെ ആ കാശിയിൽ ഇങ്ങനെ തന്നെ അല്ലായിരുന്നു, അവിടെ താഴെയായിരുന്നു. ഇവിടെയൊക്കെ കുറേ കടകളുണ്ട്. നമുക്ക് ഷോളുകള്, പല പല സാധനങ്ങൾ. ലേഡീസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോളായിരിക്കും. അത്രയ്ക്ക് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതെ. നേരെയുള്ള വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പാലം പോയിട്ട് ചെറിയ വഴിയാണ്. സൂര്യൻ്റെ ഇതൊക്കെ വെച്ച് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ തിരിഞ്ഞിട്ട് നേരെ ഹനുമാൻ ഗൃഹിണിയിലോട്ട് പോകണേണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ അമ്പും വില്ലും ഞാനിപ്പോൾ കാണാം. അമ്പും വില്ലും സൂര്യ ഭഗവാൻ. നമ്മൾ ഹനുമാൻ ഗൃഹിയിലോട്ട് പോകണേണ്. പിന്നെ അവിടെ എത്തിയിട്ടാണ് നമ്മൾ ഹനുമാൻ ഗൃഹി പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതെ, ഹനുമാൻ ഗൃഹിണി. ഇതാണ് വഴി. അതല്ല അമ്പലം. അമ്പലം അതാണ്. ഇവിടെ ഹോൺ അടിച്ചില്ലെങ്കിൽ എന്തോ പ്രശ്നം പോലെയാണ്. എല്ലാവരും ഹോൺ അടിച്ചോണ്ടേ. ഇപ്പുറത്തെ സൈഡിലാണ്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. മുകളിലാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഹനുമാൻ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് റൂമിൽ പോയി കഴിക്കാനുള്ളൂ. ദർശനം അടിപൊളിയായിരുന്നു. ഇവിടെയും തിരക്ക് അങ്ങനെ കൂടുതലായിട്ടില്ല നമുക്ക്. പിന്നെ ബിഗുവിന്റെ എന്റെ മുഖം ഇത്തിരി കറുത്തൊക്കെ പോയെന്ന് പറയുന്നുണ്ട്. കരുവാളിച്ചെന്ന് പറയുന്നുണ്ട്. ഇവരാരും കരുവാളിച്ചിട്ടില്ല. ഇവര് വെയിൽ കൊള്ളണില്ല. ഞങ്ങളാണ് വെയിൽ കൊള്ളണത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലടിക്കാൻ ഞെക്കി പൊട്ടിക്കുക. ഓക്കെ, നാളെ കാണാം.